ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിഗ്രഹങ്ങൾ വിറ്റെന്നല്ല, സ്വർണ്ണ ഉരുപ്പടികൾ വിറ്റെന്നാണ് വിദേശ വ്യവസായി നൽകിയ മൊഴി. ഡിമണിയും പോറ്റിയും തമ്മിൽ സ്വർണ്ണ ഉരുപ്പടികളുടെ ഇടപാട് നടന്നുവെന്നും ഇടപാട് നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണെന്നും മൊഴിയിൽ പരാമർശമുണ്ട്. വ്യവസായി നൽകിയ നമ്പർ കേന്ദ്രീകരിച്ച് SIT നടത്തിയ അന്വേഷണമാണ് അങ്ങനെ ദിണ്ടിഗൽ വരെ എത്തിച്ചത്. അതേസമയം നാളെ MS മണിയെയും ബാലമുരുകനെയും SIT സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്വർണ്ണ കൊള്ളക്കേസ് എങ്ങോട്ട് പോകുന്നു? അന്വേഷണം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ വഴിത്തിരിവുകളാണോ സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. തിരുവനന്തപുരത്ത് നിന്നും അന്വേഷണം ചേരുകയാണ്. അനന്തൻ, ഈ സ്വർണ്ണ ഉരുപ്പടികൾ എന്ന് പറയുമ്പോൾ ശബരിമലയിൽ ഒരുപാട് സ്വർണ്ണ ഉരുപ്പടികൾ ഉണ്ട്. അത് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നവയുണ്ട്, അല്ലാതെയും ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ പോറ്റി വഴി, അത് ഡിമണി വഴി അവിടെ ഒരു വ്യവഹാരം നടന്നിട്ടുണ്ട് എന്ന് ഇത്രത്തോളം സ്പഷ്ടമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുന്നുണ്ട് അന്വേഷണ സംഘത്തിന്. അവിടെയാണ് ഈ വ്യവസായി പറഞ്ഞത് നമുക്ക് എങ്ങനെ മുഖവിലേക്ക് എടുക്കാം? ഇപ്പോൾ SIT സംഘം എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒരു സ്പഷ്ടതയുമില്ല. ആ വിദേശ വ്യവസായി നൽകിയ മൊഴി മാത്രമാണ് ഇക്കാര്യത്തിൽ SITയുടെ മുൻപിലുള്ളത്. അതിനപ്പുറം വേറെ വിവരങ്ങളൊന്നും SITക്കില്ല. മാത്രമല്ല, ആ മൊഴിയിൽ കുറച്ചുകൂടി മൊഴിയുടെ പൂർണ്ണമായ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നില്ല. ആ വിവരങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ടാണ് ഇന്ന് മാതൃഭൂമി ന്യൂസ് കൊടുത്തത്. കാരണം നേരത്തെ ആ മൊഴിയുടെ വിശദാംശങ്ങൾ എന്ന പേരിൽ പുറത്തു വന്നത് വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാട് നടന്നു, പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ ഇടപാട് നടന്നു എന്നാണ്. പക്ഷേ അങ്ങനല്ല ആ വ്യവസായ മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് വിവരം ലഭിച്ചത്. അതായത് ശബരിമല സന്നിധാനത്തെ ചില സ്വർണ്ണ ഉരുപ്പടികൾ ഈ ഡിമണി എന്ന് കരുതുന്നയാളുമായിട്ട് ബന്ധപ്പെട്ട് ഇടപാട് നടന്നു എന്നാണ് ആ മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ആ ഡിമണി തന്നെയാണ് ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്ന മണിയെന്നും ഈ വ്യവസായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഡിമണിയിലേക്ക് ഈ ഡിമണിയെ തേടി ഇറങ്ങിയ SIT ഡിണ്ടിഗലിലെ മണിയെ കണ്ടെത്തുന്നത് ഒരു നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. ആ നമ്പർ കൊടുത്തത് ഈ വ്യവസായിയാണ്. അപ്പോൾ ആ നമ്പർ വ്യവസായിക്ക് അറിയാം. വ്യവസായിയും പറയുന്നത് ഈ മണിയെ എനിക്കറിയാം എന്നുള്ളതാണ്. അപ്പോൾ അത് പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വ്യവസായിയെക്കുറിച്ച് നമുക്ക് എന്തായാലും പറയാൻ കഴിയില്ല, പരിമിതികൾ ഒരുപാടുള്ളതുകൊണ്ട്. ഈ വ്യവസായിയും ഈ പറയുന്ന ഡിമണിയും തമ്മിൽ എന്താണ് ഇടപാട്? അതാണ് ഇനി പുറത്തു വരേണ്ടത്. കാരണം ഈ വ്യവസായിയുടെ ഇടപാട് എന്തോ ആണ്. കാരണം വ്യവസായിയുടെ മൊഴിക്കകത്ത് പറയുന്നുണ്ട് ഈ ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടിയുമായി ബന്ധപ്പെട്ട് തന്നെ സമീപിച്ചിരുന്നു എന്നുള്ളതാണ്. തന്നെ ഇതിൻ്റെ ഇടപാടിന് വേണ്ടി തന്നെ സമീപിച്ചിരുന്നതാണ്. അപ്പോൾ ആ മേഖലയിൽ അത്തരം ഇടപാടുകളിൽ അഭിരമിക്കുന്ന ഒരാളാണ് ഈ രഹസ്യവിവരം നൽകിയിരിക്കുന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതെ, പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന ഡിണ്ടിഗലിലെ മണിയും ഈ നമ്പറും അത് SIT പരിശോധിക്കുമ്പോൾ നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മുരാരി ബാബുവോ പത്മകുമാറോ അവരുമായിട്ടൊന്നും ഈ നമ്പർ ഇതുവരെ കണക്ട് ആയിട്ടില്ല. അവരുടെ ഒന്നും ലിസ്റ്റിലോ അവരുടെ കോൾ ലിസ്റ്റിലോ അവർ ഡിണ്ടിഗൽ പോയതായിട്ടോ ഈ മണിയുമായിട്ട് ഇടപെട്ടതായിട്ടോ ഒന്നും വിവരമില്ല. പക്ഷേ ഈ വ്യവസായി മണിയുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള സൂചനകൾ SITക്കുണ്ട്. ഇനി അവർ തമ്മിൽ എന്തെങ്കിലും ബിസിനസ് തർക്കമോ അവർ തമ്മിലുള്ള ഇടപാടുകളിൽ പോറ്റിയും ഡിമണിയും ഈ പറയുന്ന വ്യക്തികളും തമ്മിലുള്ള കൂടുതൽ വളരെ ഷാർപ്പായിട്ടുള്ള എവിഡൻസ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അതായത് ഇതുവരെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം SIT ഈ ഡിണ്ടിഗൽ പോയി ഈ ഡിമണി എന്ന് സംശയിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു MS മണിയാണ് അവർ കണ്ടെത്തിയത്. ഈ MS മണി പക്ഷേ SITക്ക് നൽകിയ മൊഴി പോലെയല്ല അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുമ്പോഴും SIT അന്വേഷിക്കുമ്പോഴും മനസ്സിലാവുന്നുണ്ട്. അതായത് ഈ അയാൾ ആദ്യം പറഞ്ഞത് എൻ്റെ പേര് MS മണി എന്ന സുബ്രഹ്മണ്യനാണ്, ഡിമണി എന്നല്ല എൻ്റെ പേര്, എനിക്ക് വേറെ പേരൊന്നുമില്ല, ഞാനൊരു റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആളാണെന്നാണ്. പക്ഷേ നമ്മൾ അവിടെ ലോക്കലി അന്വേഷിക്കുമ്പോൾ അയാളുടെ പേര് ഒരുപാട് പേരുണ്ട്. ഡിമണി എന്നുള്ള, ഡയമണ്ട് മണി എന്നുള്ളൊരു പേരുണ്ട്, MS മണി എന്നുള്ള പേരുണ്ട്, ഓട്ടോ മണിയുണ്ട്, പോപ്കോൺ മണിയുണ്ട്, ചീറ്റിംഗ് മണിയുണ്ട്. അങ്ങനെ ആ മണി എന്തായാലും മണി ഒരു സംഭവമാണ്. അപ്പോൾ നാളെ മണിയോട് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മണിയുടെ കാര്യത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SITയുടെ സംശയം തീരാത്തത്, ഒന്ന്, ഈ വ്യവസായിയുടെ കയ്യിൽ മണിയുടെ നമ്പർ എങ്ങനെ എത്തി, മണിയും വ്യവസായിയും തമ്മിലുള്ള ബന്ധം എന്താണ്, അവർക്ക് എങ്ങനെയാണ് വ്യവസായിക്ക് ഇയാളുടെ കയ്യിൽ ശബരിമലയിൽ ഉരുപ്പടി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ അവർ പരിശോധിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മറ്റുള്ളവരുമായിട്ടോ ഒന്നും ഈ മണി എന്ന് പറയുന്ന ആൾക്ക് വേറെ ഡയറക്റ്റ് ബന്ധമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്, ഈ വിവരത്തിൻ്റെ ഉദ്ദേശം എന്താണ്, അതൊരു സംശയം മാത്രമാണോ എന്നൊക്കെയുള്ള കാര്യത്തിലാണ്. അപ്പോൾ നാളെ ഇവിടെ മണിയും ബാലമുരുകനും വന്ന് ചോദ്യം ചെയ്യലിന് വിധേയമായി കഴിയുമ്പോൾ തീരാവുന്ന പ്രശ്നമേ ഉള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ല ഇനി മറ്റെന്തെങ്കിലും കസ്റ്റഡിയിലുണ്ടോ മറ്റും എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ?
സാധ്യത കുറവാണ്. കാരണം ഉദ്യോഗസ്ഥർ പറയുന്നത് അവർക്ക് ഇവരെ എന്തെങ്കിലും തരത്തിലൊരു തെളിവ് കണ്ടെത്തിയാൽ മാത്രമേ കസ്റ്റഡിയിൽ എടുക്കാനോ ഒക്കെ കഴിയുള്ളൂ. കാരണം ഒരു സംശയത്തിന്റെ പേരിൽ ഒരാൾ പറഞ്ഞതിന്റെ പേരിൽ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി വിശദമായ അന്വേഷണം അതിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അവരെന്തായാലും ഡിണ്ടിഗലിൽ നിന്ന് ലോക്കൽ പോലീസിന്റെ ഒരു സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. മാത്രമല്ല നമ്മൾ അന്വേഷിക്കുമ്പോഴും ഇയാൾക്ക് വേറെ എന്തെങ്കിലും ഒരു കേസോ ഒന്നും ഇതുവരെ അയാളുടെ പേരിൽ ഇല്ല. ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പോ അതല്ലെങ്കിൽ വിഗ്രഹക്കടത്തോ ഈ റിയൽ എസ്റ്റേറ്റിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കേസോ ഒന്നും വന്നിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതായത് ഇതുവരെ കാരണം നമ്മൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് അന്വേഷണം. അപ്പോൾ ഇനി കുറച്ചുകൂടി സമയം നീട്ടി ചോദിക്കാനുള്ള സാധ്യതയുണ്ടോ SIT? കാരണം എല്ലാ കാര്യത്തിലും ഒരു അവ്യക്തത പോലെ നിൽക്കുകയാണ് അന്വേഷണം. ഇപ്പോൾ ദിണ്ടിഗലിലേക്ക് അന്വേഷണം നീങ്ങുന്നു. ദിണ്ടിഗൽ അന്വേഷണവും ഇതിന്റെ പ്രധാനപ്പെട്ട അന്വേഷണവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ഇതിന്റെ അവരിപ്പോൾ പോകുന്ന അന്വേഷണം അതിന്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നൊരു വിവരം നൽകി എന്ന് അറിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വെരിഫിക്കേഷൻ മാത്രമാണ് ഡിണ്ടിഗൽ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. എന്തെങ്കിലും ലിങ്ക് അതിനകത്ത് ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് പെടുത്തുകയും ചെയ്യും. തീർച്ചയായും. അപ്പോൾ അനന്തൻ പറഞ്ഞതുപോലെ തന്നെ നാളത്തെ ചോദ്യം ചെയ്യൽ, മൊഴി രേഖപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. കാരണം ഈ കേസിൽ എന്താണ് ഈ ഡി മണിയുടെ ഈ റോൾ എന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഡി മണിയെ കേന്ദ്രീകരിച്ച് നടത്തിയ ആശയവിനിമയങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ഈ വ്യവസായി അന്വേഷണ സംഘത്തിന് മൊഴിയായി നൽകുമ്പോൾ അത് ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ പോറ്റി ഡി മണി വഴി വിറ്റിട്ടുണ്ട് എന്ന ഒരു നിർണായകമായ മൊഴിയാണ് വരുന്നത്. അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കണം അന്വേഷണ സംഘത്തിന്. അങ്ങനെയെങ്കിൽ നാളെ ഡി മണിയുടെയും ബാലമുരുകൻ്റെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യലും അവർ എന്താണ് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും.